മുനമ്പം ഭൂമിയുടെ പേരിൽ നടക്കുന്ന സമരത്തിന്റെ 100ാമത് ദിനത്തിൽ സമരപന്തലിലെത്തി ഫ്രാൻസിസ് ജോർജ് MP നടത്തിയ പ്രസ്താവന ഇപ്പോൾ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. മോദി സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ഫ്രാൻസിസ് ജോർജ് MPയുടെ പ്രസ്താവന. തന്റെ നിലപാട് അറിയിച്ച് MP രംഗത്ത് വന്നതോടെ കുരുക്കിലായത് UDF ആണ്. UDF MPയുടെ നിലപാടിനെ BJPയും സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നതോടെയാണ് വിഷയത്തിൽ UDF പ്രതിസന്ധിയിലായിരിക്കുന്നത്. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നാണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്. നീതിക്കും ന്യായത്തിനും വേണ്ടി ആരോടും സഹകരിക്കാൻ താനും തന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തയ്യാറാണെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. നിലവിലുള്ള വഖഫ് നിയമത്തിലെ നിർദ്ദയമായ വകുപ്പുകളോട് മനസാക്ഷിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബിൽ അവതരണത്തിൽ നിന്ന് പിന്നോട്ടു പോകരുതെന്നും MP പറഞ്ഞു. അതേസമയം വഖഫ് ഭേദഗതി നിയമത്തെ പാർലമെന്റിൽ പിന്തുണയ്ക്കണമെന്ന ഫ്രാൻസിസ് ജോർജിന്റെ നിലപാടിനെ പിന്തുണച്ച് BJP നേതാവ് ഷോൺ ജോർജും രംഗത്തെത്തിയിരുന്നു. ഫ്രാൻസിസ് ജോർജിന്റേത് ഉറച്ച നിലപാടാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി BJP നേതാവ് ഷോൺ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചിരുന്നു. മുനമ്പം ഭൂസമരത്തിന്റെ 100ാം ദിനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു ഫ്രാൻസിസ് ജോർജ്. മുനമ്പം വിഷയം പരിഹരിക്കാതെ പോകുന്നതിലെ അമർഷമാണ് കേന്ദ്ര ബില്ലിന് അനുകൂല നിലപാടിലേക്ക് ക്രൈസ്തവ സംഘടനകൾ പോകാനും കാരണമെന്ന് പറയുന്നു. അതേസമയം വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഭരണഘടനയും ഇന്ത്യൻ മതേതരത്വവും സംരക്ഷിക്കണമെന്നും ഭൂസംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാർക്കും ഭൂസംരക്ഷണ സമിതി കത്തയക്കുന്നതാണ്. നിലവിൽ വഖഫ് നിയമത്തിലെ 3, 36, 40, 52, 83, 84, 107, 108 എന്നീ സെക്ഷനുകളിൽ ഭരണഘടനയ്ക്കും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും നിരക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ വരുത്തണം എന്നതായിരിക്കും കത്തിലെ ഉള്ളടക്കം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നതിനുള്ള തെളിവുകൾ അനവധിയാണെന്നും കത്തിലുണ്ടാകുന്നതാണ്. മുഖ്യ തെളിവ് സിദ്ദിഖ് സേട്ട് 1950 എഴുതിയ ആധാരം തന്നെയാണ്. വഖഫ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രം ഒരു ആധാരം വഖഫ് ആധാരമാകില്ല എന്ന് കേരള ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് പരിഗണിക്കവേ പരാമർശിച്ചിട്ടുണ്ട്. വഖഫ് എന്ന ആശയത്തിന് തന്നെ നിരക്കാത്ത 2 വ്യവസ്ഥകൾ ആ രേഖയിലുള്ളത് വഖഫ് ബോർഡ് കണ്ടില്ലെന്ന് നടിച്ചു. വസ്തു വിൽപ്പനയെ അനുകൂലിക്കുന്ന വാചകവും ചില പ്രത്യേക സാഹചര്യമുണ്ടായാൽ വസ്തു തന്റെ കുടുംബത്തിലേക്ക് തിരികെ എത്തണമെന്ന വ്യവസ്ഥയും ആ രേഖ വഖഫ് അല്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് എന്ന് പറയുന്നു. പറവൂർ സബ് കോടതി 1971 സെപ്റ്റംബർ 12 പുറപ്പെടുവിച്ച വിധിയിൽ വസ്തുക്കളെ വഖഫായി പ്രഖ്യാപിച്ചു എന്ന തെറ്റായ വാദം ഉന്നയിച്ചാണ് വഖഫ് ബോർഡ് വസ്തുക്കൾ ഏറ്റെടുത്തുകൊണ്ടുള്ള 2019 ഉത്തരവ് പുറപ്പെടുവിച്ചത്. വെറുമൊരു ഇൻജങ്ഷൻ സ്യൂട്ട് മാത്രമായ ആ കേസിനെ വഖഫ് ഭൂമി വിധിയായി വ്യാഖ്യാനിക്കുകയാണെന്നും സമരസമിതി പറയുകയുണ്ടായി. അതേസമയം മുനമ്പം വഖഫ് ഭൂമിക്കെതിരായ തദ്ദേശവാസികളുടെ റിലേ നിരാഹാര സമരവും 100 ദിവസം പിന്നിട്ടിരുന്നു. ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സെക്രട്ടേറിയറ്റിലേക്ക് പദയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് സമരസമിതി. വഖഫ് ഭൂമി പ്രശ്നം പരിഹരിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച ശേഷമായിരിക്കും പദയാത്ര. മുനമ്പത്തെ സമരപന്തലിൽ നിന്നാരംഭിക്കുന്ന യാത്രയെ 20 പേർ നയിക്കുന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുന്ന ധർണയും സംഘടിപ്പിക്കുന്നതാണ്.